ഒരു ടീമില് കുറച്ച് മെമ്പേഴ്സ് മുന്നോട്ട് വരുന്നില്ല. പല രീതിയിലും അവരെ മോട്ടിവേറ്റ് ചെയ്ത് നോക്കി. അവർ സ്റ്റിൽ ദേ ആർ കീപ്പിംഗ് ഇൻ സൈലന്റ്. എന്താ നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾക്ക് കുതിരനെ എന്താ വെള്ളം വരെ കൊണ്ടുപോകാൻ പറ്റും, കുതിരനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ പറ്റില്ല എന്ന്. അതേ സ്ഥിതി തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഈ ടീം മെമ്പേഴ്സ് ഏതെങ്കിലും, വെദർ ഇറ്റ് ഇസ് ഓർഗനൈസേഷൻ വാട്ട് എവർ ഇറ്റ് ഇസ്, ഒരു ടീം മെമ്പർ ഒരു ലീഡറിൻ്റെ ഇത് അംഗീകരിക്കില്ലെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ ഐദർ ആ ലീഡറിന് കുഴപ്പമുണ്ട്, am I right? അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള whatever challenges കൊടുത്തിട്ടുള്ള അത് അവർക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല, അവർക്കത് they don't agree with the challenge or whatever task നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. So you have to sit with them to identify why they are not taking the steps. വൈ ഫാക്ടർ അവിടെ ക്ലിയർ ആവണം. ആ വൈ ഫാക്ടർ ക്ലിയർ ആയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ തന്നെ മാറേണ്ടി വരും, ചിലപ്പോൾ നമ്മളെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ചിലപ്പോൾ മാറേണ്ടി വരും, ചിലപ്പോൾ നമ്മളെ ടൈമിങ് എന്തെങ്കിലും കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ഒരു ലീഡർ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഓക്കെ, ഒരു ലീഡർ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതിന് കാരണം ഞാൻ എപ്പോഴും പറഞ്ഞതാണ് FACT എന്ന് പറയും. You all can write down FACT. I want everyone to type FACT. A leader must be FACT. What does that mean? He must be flexible. Number 2, he must be adaptable. പറയുന്ന അനുസരിച്ച് അഡാപ്റ്റബിൾ ആയിരിക്കണം. ഹി മസ്റ്റ് ബി റെഡി ടു ചേഞ്ച്. C is change and T is transform. ഇത് ഓരോ വ്യക്തിയും ഇവിടെയുള്ള ഓരോരോ ലീഡറും ചെയ്യേണ്ട കാര്യം FACT. ദാറ്റ് ഈസ് he or she must be flexible, adaptable, change. അപ്പോഴേ ട്രാൻസ്ഫോർമേഷൻ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഓരോരുത്തർ വരും ട്രാൻസ്ഫോം ചെയ്യണം, ജീവിതം ട്രാൻസ്ഫോം ചെയ്യണം. പക്ഷേ ആദ്യത്തെ 3 കാര്യം ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ട്രാൻസ്ഫോം ആവാൻ പറ്റില്ല. സോ ഒരു ലീഡർ എന്നുള്ള പൊസിഷനാണ്. പക്ഷേ നിങ്ങൾ യഥാർത്ഥ ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് മെമ്പർ, നിങ്ങളുടെ ടീം മെമ്പർ ആരാണോ അവരെന്താ പറഞ്ഞത് കേൾക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം. അതിനുശേഷം ഐഡൻറ്റിഫൈ ചെയ്യുക, ഇവിടെയാണോ മാറ്റം വരേണ്ടത്, അവിടെയാണോ മാറ്റം വരേണ്ടത്, അല്ലെങ്കിൽ 2 ടീമും കൂടെ തമ്മിലുള്ള ഒരു മാറ്റം വരണം. വാട്ട് എവർ ഇറ്റ് ഈസ്, യു ടേക്ക് ദ ഡിസിഷൻ ഫ്രം ദെയർ. Okay, thank you. Did I answer your question? Yeah. All right, thank you. Happy. Next please. Don't waste your time. പറഞ്ഞോളൂ. ഞാൻ ഒരു ഗോൾ എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് പെട്ടെന്ന് എനിക്കത് ചെയ്യണ്ടെന്നുള്ളൊരു തോന്നല് വരും. ചിലപ്പോ അത് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടേക്ക് തുടങ്ങുക. കുറച്ച് ദിവസം കഴിയുമ്പോ അത് ഞാനെന്തിനാ അത് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളൊരു മൈൻഡ് എങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്താ അതിന്റെ സൊല്യൂഷന്? കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആദ്യം തോന്നും അതെന്നെ ചെയ്യണം, ആ ഫീൽഡിൽ തന്നെ ഉഷാറാണ്. അപ്പോ അത് വളരെ സിമ്പിളാണ്. നിങ്ങളൊരു സാധനം തുടങ്ങുമ്പോൾ വളരെ ഭംഗിയായിരിക്കും, വളരെ നല്ലതാണെന്ന് തോന്നുന്നു, വളരെ അട്രാക്റ്റീവ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞാൽ അതിനേക്കാളും ഭംഗിയുള്ള സാധനം അവിടെ കാണിക്കും. എത്ര പേര് മനസ്സിലാവുണ്ട്? അതിനേക്കാളും ഭംഗിയുള്ള, അതിനേക്കാളും അട്രാക്റ്റീവ് ആയിട്ട് സാധനം കാണുമ്പോൾ അതിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ആവും. കുറച്ച് കഴിഞ്ഞാൽ ഇത് ഫേഡ് ആകുമ്പോൾ അപ്പോഴാണ് പണ്ടത്തെ കുറച്ചും കൂടെ ഭംഗിയുണ്ടല്ലോ, നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരും. ശരിയല്ലേ? ഓക്കെ, അപ്പം ആദ്യം മനസ്സിലാക്കുക, നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്താൽ ബാക്കിയൊക്കെ മറിച്ച് വെക്കുക. ഈ കുതിര എങ്ങനെയാണ് ഓടുന്ന ഒരു സ്ഥലത്തേക്ക്? കുതിര ഒറ്റ സ്ഥലത്തേക്ക് പോകാനുള്ള കാരണം എന്താ? ഓക്കെ, വൺസ് അഗൈൻ, അപ്പം എന്താ കുതിര എന്താണ് ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാനുള്ള കാരണം ബാക്കിയെല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കും കണ്ണിന്റെ, അല്ലേ? ശരിയല്ലേ? കുതിരന്റെ ബാക്കി അതേപോലെ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്, ആ ഗോളിൽ ഫോക്കസ് ചെയ്യുക. ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷൻസും നിങ്ങൾ അവിടെ മാറ്റിവെക്കുക. ഒരു ഉദാഹരണത്തിന് എനിക്ക് എക്സാമിന് പാസ്സാവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാട്സാപ്പിൽ നല്ലൊരു സോങ് അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു നല്ല മൂവി ഇതാ വന്നിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയില്ല. അപ്പം പിന്നെ എൻ്റെ ഫോക്കസ് അങ്ങോട്ടെ എങ്ങനെയെങ്കിലും ഈ ഫിലിം ഒന്ന് കണ്ടു തീർക്കണം എന്നായിരിക്കും അടുത്ത ഇൻറ്റൻഷൻ വരില്ല. ശരിയല്ലേ? ആ സിനിമ ചിലപ്പോൾ കണ്ടതിന് ശേഷമായിരിക്കും എനിക്ക് ആകെ ഇനി 10 മണിക്കൂറുള്ള എക്സാം, നാളെ ഞാൻ വീണ്ടും എക്സാമിലേക്ക് പോട്ടെ, വീണ്ടും ബാക്കിലേക്ക് ഗോളിലേക്ക് പോയി. സോ വൺസ് യു ഐഡൻറ്റിഫൈ യുവർ ഗോൾ, നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനെ മറിച്ചേക്കുക, അതിനെ പൂട്ടിയേക്കുക, അതിനെ കവർ ചെയ്യുക, ആ ഡിസ്ട്രാക്ഷൻ മാറിയേക്കുക. ഓൺലി ദെൻ യു വിൽ ബി ഗോയിങ്. ഇനി വേറെ കാര്യം പറയാം. ചിലരുണ്ട് എന്തെങ്കിലും തുടങ്ങും, പിന്നെ അത് നിർത്തും, പിന്നെ അടുത്തത് തുടങ്ങും, പിന്നെ നിർത്തും, പിന്നെ മൂന്നാമത് തുടങ്ങും. അത് ബിസിനസ് ആവാം, എന്തും ആവാം, സ്റ്റഡീസ് ആവാം, എന്തും ആവാം. ഇവരെയാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയാം. അവർ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അവരൊരിക്കലും പ്ലേ ചെയ്യില്ല, ഒരിക്കലും അത് ഫിനിഷ് ചെയ്യില്ല. വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരുണ്ട്, ഏകദേശം 21 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതിൽ ചിലർ നമ്മൾ സ്ലീപ്പേഴ്സ് എന്ന് പറയും, ഉറങ്ങുന്ന ആൾക്കാർ, അവർക്ക് എന്താണ് നടക്കണമെന്ന് അറിയില്ല. ചിലർ ഡ്രീമർ എന്ന് പറയും, ചിലർ ഡൗട്ടേഴ്സ് എന്ന് പറയും, ചിലർ കംപ്ലൈനേഴ്സ് എന്ന് പറയും, ബ്ലേമേഴ്സ് എന്ന് പറയും, സ്റ്റാർട്ടേഴ്സ് എന്ന് പറയും, പ്രോക്രാസ്റ്റിനേറ്റേഴ്സ് എന്ന് പറയും, പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയും, ഫിനിഷേഴ്സ് എന്ന് പറയും, പീക്ക് പെർഫോമേഴ്സ് എന്ന് പറയും, ഡോമിനേറ്റേഴ്സ് എന്ന് പറയും, ലീഡേഴ്സ് എന്ന് പറയും. കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, 21 ഉണ്ട്. അതിൽ ഒന്നായിരിക്കും നിങ്ങൾ. ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് നിർത്തും, പിന്നെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് നിർത്തും, മൂന്നാമത്തെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് നിർത്തും. അപ്പോൾ മനസ്സിലാക്കാം,
എല്ലാത്തിലും നല്ലതുണ്ട് കേട്ടോ. ചിലത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ നല്ലതാണ്, കാരണം അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് ബിസിനസ് വിറ്റാൽ മതി. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞില്ല. പക്ഷേ ഓൾവേസ് മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ആ ഗോളിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അതിനൊക്കെ മാറ്റിയേക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഇതിൽ ഈ ഒരു മൊബൈലിൽ എനിക്ക് ഇത് വാട്സപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഒന്നുമില്ല. ഇപ്പം ഞാൻ ലോഡ് ചെയ്യേണ്ടി വന്നു, കാരണം എനിക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുണ്ട്, അതിന് മാത്രം ലോഡ് ചെയ്യുക. അല്ലാതെ ഒരു 2 മിനിറ്റ് ഞാൻ ഫേസ്ബുക്ക് നോക്കലേ ഇല്ല. അങ്ങനെ നോക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ലാപ്ടോപ്പിൽ വന്നിട്ടേ നോക്കുള്ളൂ. എൻ്റെ മൊബൈൽ ഞാൻ ഫേസ്ബുക്ക് നടത്താൻ നോക്കലേ ഇല്ല. യൂട്യൂബ് എൻ്റെ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ നോക്കുള്ളൂ. അടുത്ത എന്തൊക്കെ ആഡ്സ് ആ ഭാഗത്തേക്കേ നോക്കൂല. ചിലപ്പോൾ നല്ല ഇമേജസ് ആയിരിക്കാം, ഞാൻ നോക്കിയില്ല. കാരണം എനിക്കുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ട്, എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു, ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. വായ് അതെനിക്ക് വലിയൊരു ഡിസ്ട്രാക്ഷനാണ്. നിങ്ങൾ ആൻസർ ഞാൻ തന്നോ? Did I give you answer? Happy with that? Clear. Okay, right. Thank you. Next, please. 21 മിനിറ്റും കൂടെ ഉണ്ട്. Anyone? Hello, Sensi. Yes, please. Go ahead. Yeah, ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഓറിയന്റഡ് ആണ്. ബിസിനസ് അത് സെൽഫ് ആയിട്ടുള്ള ഇവിടെ ചോദിക്കാം. കറന്റ്ലി യുഎഇലാണ്. സെൽഫ് ആയിട്ടുള്ള ചോദിക്കാം, ബിസിനസ് റിലേറ്റഡ് ആയിട്ട്. സെൽഫ് തന്നെയാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, സെൽഫ് തന്നെയാണ്. ഓക്കെ. കാരണം ഞാൻ നാട്ടിൽ ഒരു ഓർഗനൈസേഷൻ ചെയ്തതായിരുന്നു, പക്ഷെ ആ സമയത്ത് എനിക്ക് നല്ല കറേജ് ഉണ്ടായിരുന്നു ഇനി റിസ്ക്കും എടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാനിപ്പോൾ യുഎഇയിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് ആ ഒരു കറേജ് കിട്ടുന്നില്ല. ഈവൻ ലോസിന്റെ ആവാം, എന്താണെന്നറിയില്ല, എനിക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു എന്താ പറയാ കറേജ് എനിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടുന്നില്ല. ബട്ട് ഇനീഷ്യലി ഇപ്പം ഞാൻ ചെറിയൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ട്. എന്താ കാരണം അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതിന്? കാരണം എന്താ? നിങ്ങൾക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, നല്ല പേടിയുള്ള ആള്. ഇപ്പൊ നിങ്ങൾ സംസാരിക്കാൻ പേടിയുണ്ട് നിങ്ങൾക്ക്? അതെ, ആ ഒരു പേടിയാണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ വോയിസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, നന്നായി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി സംസാരിക്കാൻ നമുക്ക് അറിയാൻ പറ്റും, ആ വൈബ്രേഷൻ കണ്ടാൽ നമുക്കറിയാം. ഇപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ പേടി വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുക. എന്താണ് നിങ്ങളെ പേടി? സ്റ്റാർട്ട് ചെയ്യാനുള്ള പേടിയാണ്. സോറി, എന്തോ ഫിയർ ഉണ്ട്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പേടിയാണോ ചോദിച്ചത്? അല്ല, എന്തോ ഒരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്, എന്തോ ഒരു പേടിയുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഓക്കെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പേടി. വാട്ട് ഈസ് ദാറ്റ് പേടി? ടെൽ മീ. ആ ഒരു റിസ്ക് എടുക്കാനുള്ള മീൻസ് ആഫ്റ്റർ എഫക്റ്റ് ഫെയിലിയർ ആണോ എന്താണെന്ന് അറിയില്ല, ആ ഒരു കറേജ് എനിക്ക് കിട്ടുന്നില്ല, അതാണ് എൻ്റെ ഇഷ്യൂസ്. ഓക്കെ, റിസ്ക് എടുക്കാതെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ? ഇല്ല, അതെന്തായാലും പറ്റില്ല. റിസ്ക് എടുക്കാതെ വിജയിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു കപ്പൽ കരക്ക് നിന്ന് കഴിഞ്ഞാൽ ആ കപ്പലിന്റെ എന്തിനാണ് ആ കപ്പൽ ഉണ്ടാക്കിയ ആ ഒരു ഇത് നടക്കുമോ? വൈ ദ പർപ്പസ് നടക്കുമോ? യെസ് ഓർ നോ? ഇല്ല, നടക്കില്ല. കപ്പലിൽ കടലിൽ ഇറക്കിയല്ലേ മതിയാവും? അതെ, ശരിയല്ലേ? ഒരു വലിയൊരു മത്സ്യം പിടിക്കണം എന്നുണ്ടെങ്കിൽ കരക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു മത്സ്യം പിടിക്കാൻ പറ്റുമോ? കടലിന്റെ ഇല്ല, യു ഹാവ് ടു ഗോ ഇൻ ഡീപ്പ്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ, നിങ്ങൾക്ക് കരയിലേക്ക് ഇരുന്നിട്ടാണോ ബിസിനസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡീപ്പ് ഓഷനിലേക്ക് പോയിട്ടാണ് ബിസിനസ് ചെയ്യേണ്ടത്? ഏതാ നിങ്ങൾക്ക് കംഫർട്ടബിൾ? ഏതാ? റിസ്ക് എടുത്താലേ മീൻസ് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ എന്ന വ്യക്തി എവിടെയാണ് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്? അത് എനിക്ക് എടുക്കാൻ പറ്റില്ല, ഐ കൻ ഓൺലി ഡു ഓൺലി ദിസ് മച്ച്. എവിടെയാണ് നിങ്ങൾ ഇപ്പോഴുള്ളതോ? എനിക്ക് റിസ്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല, മീൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 2.5 years ഇവിടെ റൺ ചെയ്ത ബിസിനസ് ആണ്. ഞാൻ എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത് നിങ്ങൾ? അതാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. അവിടെ മീൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന റൂൾസ് ആണോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിഗ് എമൗണ്ട് ആണോ? അല്ലെങ്കിൽ ബിഗ് എമൗണ്ട് എനിക്ക് വിഷയമില്ല, കാരണം ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ ഒരു ഇഷ്യൂ അല്ല നിങ്ങൾക്ക്? ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇഷ്യൂസ് അല്ല. പക്ഷേ ഓക്കെ, നിങ്ങളെ പ്രൊഡക്റ്റിന് അവിടെ വാല്യൂ ഉള്ളതാണോ? ആ മാർക്കറ്റ് പ്ലേസിൽ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ കൊടുക്കുന്നത്? ഞാൻ സർവീസ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്റെ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ആ സർവീസിന് അവിടെ വാല്യൂ ഉണ്ടോ? അതെ, വാല്യൂ. നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ടുണ്ടോ? അതെ, ഉണ്ട്. എന്താണ് മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? സ്കോപ്പ് ഉണ്ടോ? സ്കോപ്പ് ഉണ്ട്, കാരണം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണ്, എന്തായാലും വർക്ക്സും കാര്യങ്ങളും വരും. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വൺ, നിങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് കൺസ്ട്രക്ഷന്റെ ആണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തത്? അല്ല, ജസ്റ്റ് ബൈയിങ് സെല്ലിംഗ് മാത്രമാണ്.
ഓക്കെ, ഇനി കൺസ്ട്രക്ഷനിലേക്ക് മാറാനാണ് ആഗ്രഹിക്കുന്നത്? അതെ. ഓക്കെ, അത് എത്ര ഒരു ആസ് എ സ്മോൾ എന്താ നിങ്ങൾ ചെയ്യാൻ പറ്റുക? ആസ് എ സ്മോൾ യൂണിറ്റ് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ആസ് എ സ്മോൾ യൂണിറ്റ് നമ്മൾ ജസ്റ്റ് ഇനീഷ്യലി സ്റ്റാർട്ടപ്പ് അല്ല, ലൈസൻസോ കാര്യമില്ലാതെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ലൈസൻസ് നിങ്ങൾക്ക് ലൈസൻസ് അവിടെ കിട്ടും? വിച്ച് എവർ കൺട്രി യു ആർ, ലൈസൻസ് കിട്ടും? നിങ്ങൾ അതിനു വേണ്ടി അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ പേപ്പർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. മീൻസ് അങ്ങോട്ട് പോകാനുള്ള ഇതാണ് എന്നെ ബ്ലോക്ക് ആവുന്നത്. എന്താണ് ലൈസൻസ് എടുക്കാനുള്ള പേടിപ്പിക്കുന്ന? ലൈസൻസ് എടുക്കാൻ യാതൊരു ഇഷ്യൂസും ഇല്ല, എല്ലാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു എന്താണ് പേടി? വാട്ട് ഈസ് എ ഫിയർ? അതാണ് എനിക്കൊരു ഇത് കിട്ടാതെ. പേടി എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത്, പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്ന. എന്താണെന്ന് പറയാം? നിങ്ങൾ മാരീഡ് ആണോ? മാരീഡ് ആണ്. സപ്പോർട്ട് ഉണ്ടോ വീട്ടിൽ നിന്ന്? വീട്ടിൽ നിന്ന് എന്തായാലും സപ്പോർട്ട് കിട്ടില്ല. ഇല്ല, പക്ഷെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സും വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടല്ല സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ സക്സസ്ഫുള്ളി റണ്ണായിരുന്നു. 2.5 years റണ്ണായിരുന്നു. ഓക്കെ, അത് ഞാൻ പെർപ്പസ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്തതല്ല. അല്ല, വേറെ ഇഷ്യൂസ് കാരണം സ്റ്റോപ്പ് ചെയ്തതല്ല, ഞാൻ പെർപ്പസ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്തതാണ്. ഓക്കെ, ഗ്രേറ്റ്. വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ല, പക്ഷെ ഫിനാൻഷ്യൽ നിങ്ങൾക്ക് ഓക്കെ ആണ്. പിന്നെ എന്താണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്? നിങ്ങൾക്ക് ടീമുണ്ടോ? ഞാൻ ഒരു പാർട്ട്ണർ വെച്ചിട്ടാണ് എപ്പോൾ ഒരു പാർട്ട്ണർ കൂടെ ഉണ്ടാവാറ്. ആ വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടോ? ആ വ്യക്തി സപ്പോർട്ടാണ്. ഓക്കെ, പിന്നെന്താ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണത്? അത് ഫെയിലർ ആവുകയാണോ എന്താണ്? ഫെയിലർ ആവുന്നുള്ള തോന്നലാണോ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണത്? അതെ. ഓക്കെ, നമ്മൾ ആ കൺസ്ട്രക്ഷൻ ബിസിനസ് അവിടെ മാറ്റി നിർത്താം. കൺസ്ട്രക്ഷൻ ബിസിനസ് മാറ്റി നിർത്തുക. നിങ്ങൾക്ക് എന്താണ് ഒരു കാര്യം ഇന്ന് ചെയ്യാൻ പറ്റുക, അത് ഒരു പേടിയില്ലാതെ സക്സസ്ഫുൾ ആവുന്നുള്ള 100% ഉറപ്പുള്ള എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ആസ് എ പാർട്ട്ണറെ മാറ്റി നിർത്തുക, എല്ലാവരും മാറ്റി നിർത്തുക. നിങ്ങളുടെ പേരിന് അറിയേണ്ട ആവശ്യമില്ല. എക്സ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ. വാട്ട് ഈസ് ദാറ്റ് യു ക്യാൻ ഡു ടുഡേ വിതൗട്ട് എനി ഫിയർ അറ്റ് ഓൾ? എന്താണ് ചെയ്യാൻ പറ്റുക? അതിൽ ബിസിനസ് ഉണ്ടാവണം, പണം ഉണ്ടാക്കാൻ പറ്റും. വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് യു ക്യാൻ ഡു? ഡീറ്റെയിൽ ആയിട്ട് ഫുൾ മാർക്കറ്റ് അനാലിസിസ് എനിക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദാറ്റ്? അത് നിങ്ങൾക്ക് പ്രൊഫഷനാക്കി മാറ്റാനാണ് പറഞ്ഞത്? മീൻസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രിയുടെ ഡീറ്റെയിൽസ് എനിക്ക് മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം? അല്ല, മീൻസ് എനിക്ക് അണ്ടർസ്റ്റാൻഡ് മൈ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പേടിയുണ്ട്, റൈറ്റ്? ശരിയല്ലേ? റിസ്ക് എടുക്കാൻ പേടിയുണ്ട്. അതായത് നാട്ടിലുണ്ടാകുമ്പോൾ എനിക്ക് പേടിയില്ല, അവിടെ എത്തുമ്പോൾ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യണോ നാട്ടിൽ പോയിട്ട് ചെയ്യണോ? വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട്? എനിക്ക് അവിടെ പോയിട്ടാണ് ചെയ്യേണ്ടത്. എവിടെ? നാട്ടിലോ? അവിടെ UAE. വേർ ഇസ് UAE? ഓക്കെ, UAE-ലാണ് ചെയ്യേണ്ടത്. പക്ഷേ UAE ചെയ്യാനാണ് നിങ്ങൾക്ക് പേടിയുള്ളത്? അതെ, ഇവിടെ എനിക്ക് ചെയ്യാൻ യാതൊരു പേടിയില്ല. ഇവരെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ, നിങ്ങൾ പണ്ട് ചെയ്തല്ല, ഇപ്പോഴത്തെ കണ്ടീഷൻ യു ആർ സ്കെയർഡ്, am I right? നിങ്ങൾക്ക് പേടിയുണ്ട്, ശരിയല്ലേ? അവിടെ ചെയ്യാൻ പേടിയുണ്ട്, ഇവിടെ ചെയ്യാൻ എനിക്ക് പേടിയില്ല. ഇത് അവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ അവിടെ UAE ചെയ്യാൻ എനിക്ക് പേടിയുണ്ട്, നാട്ടിൽ ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് എവിടെയാണ് ഇടാ? ഇപ്പം വേർ ഡു യു വാണ്ട് ടു സ്റ്റാർട്ട് ദ ബിസിനസ്? UAE-ലാണോ? നമ്മൾ UAE-ന്റെ കാര്യം മാത്രം പറയാം, ഇന്ത്യ വിടാ. നിങ്ങൾ UAE-ൽ തുടങ്ങാനല്ല ആഗ്രഹിക്കുന്നത്, റൈറ്റ്? ഓക്കെ, UAE-ൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പേടിയുണ്ട്, യെസ് ഓർ നോ? യെസ്. ഓക്കെ, അത് കൺസ്ട്രക്ഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും പേടിയുണ്ടോ? എന്ത് ബിസിനസ്സും എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പേടിയുണ്ട്? ഇപ്പോൾ 0 to 10, 0 എന്ന് വെച്ചാൽ തീരെ പേടിയില്ല, 10 എന്ന് വെച്ചാൽ ശരിക്കും യഥാർത്ഥ പേടിയുണ്ട്. എവിടെ നിങ്ങളെ പേടി നിൽക്കുന്നത്? ഒരു 7. ഓക്കെ, ഇനി നാട്ടിലത്തെ കാര്യം നോക്കാം. നാട്ടിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പേടിയുണ്ടോ? ഇല്ല. അവിടെ പേടിയില്ലാത്ത കാരണം 0 എന്ന് വെച്ചാൽ തീരെ പേടിയില്ല, 10 എന്ന് വെച്ചാൽ നല്ല പേടിയുണ്ട്. എവിടെ നിങ്ങൾ നിൽക്കുന്നത്? നാട്ടിലെ കേസാണ്. ഇപ്പം നാട്ടിലത്തെ കേസ് വെച്ചു 0. നിങ്ങൾ നാട്ടിൽ തുടങ്ങുക, ദുബായിൽ തുടങ്ങാതിരിക്കുക. വെരി സിമ്പിൾ. Don't do it in the place where you're scared of. Do it where you're comfortable with. Okay. നിങ്ങൾ റിസ്ക് എടുക്കണത്. You're taking a risk by starting something where you're not comfortable starting. നിങ്ങൾക്ക് എന്നാണോ നിങ്ങൾക്ക് ആ കറേജ്, കോൺഫിഡൻസ്, ആ ടീം ബിൽഡപ്പ്, ക്ലാരിറ്റി എന്നാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അന്ന് തുടങ്ങിക്കുക. അത് നിങ്ങൾ ബിൽഡപ്പ് ചെയ്യാം. ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്നത്തെ കാര്യം പറഞ്ഞത്. മേ ബി ഒരു 6 മാസം, 1 വർഷം കഴിഞ്ഞ് നമുക്ക് ഇതേപോലത്തെ ഒരു കൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ since I got the courage, then go. Not now. Now do where you're comfortable with, because അവിടെ നിങ്ങളെ പേടിന കാരണം നിങ്ങൾ you are going deeper into the ditch and you will destroy the whole thing. So be where you are comfortable with, because നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നാട്ടിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? Yes, of course. Go with that. Happy? Don't confuse yourself. Happy? Okay, happy. Thank you.
Next, please. താങ്ക് യു. Thank you very much. Thanks a lot. ഹലോ സെൽസി, Yes, please. Go ahead. കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചോദിച്ചു. എന്റെ മകന് നോർമലി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത എന്താ പറയുക, ഇപ്പോ നമ്മൾ എന്തിനാ സ്കൂളിൽ പഠിച്ചിട്ട് എന്താ കാര്യം, അതേപോലെ പിന്നെ റെസ്പെക്ട് മറ്റുള്ള ചെയ്യുന്നതിനെ കൊണ്ട് എന്താ നമുക്ക്, അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് ഒരു നല്ലൊരു ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ റെസ്പെക്ട് പറഞ്ഞു അവിടെ എന്തോ എനിക്ക് കിട്ടിയില്ല, ആ ഭാഗം കിട്ടിയില്ല. അല്ല, നമ്മൾ മൊത്തത്തിൽ എല്ലാവരും ബഹുമാനിക്കാനോ അതൊക്കെ പറയുമ്പോ എനിക്കൊണ്ടൊക്കെ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഓക്കെ, നിങ്ങളെ കുട്ടികളെ ബഹുമാനം ഓക്കെയാണ്. നിങ്ങളെ കുട്ടികളെ ബഹുമാനം പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, ഫസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, ഒരു കുട്ടി ബഹുമാനം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നിങ്ങളെ ഇരുന്ന് ബഹുമാനം നിങ്ങളെങ്ങനെ നിങ്ങൾ പാരന്റ്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. അവരെങ്ങനെ നിങ്ങൾ ബഹുമാനിക്കണ്ടോ? അവന് കാണില്ല. ഓക്കെ, അപ്പൊ പിന്നെ എന്താ പ്രശ്നം ഇവിടെ? എന്താണ് കുട്ടി എന്താ ചോദിക്കുന്നത്? ചില ആൾക്കാർ, പുറത്തുള്ള ആൾക്കാരൊക്കെ വരുമ്പോ അങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നേരം അങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോ ഓനെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൂടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ നാട്ടിൽ വളർന്ന കുട്ടി, ഒരു നാട്ടിലെ ആ ഒരു സറൗണ്ടിങ്ങിൽ വളർന്ന കുട്ടി. ഞാൻ UK ഉണ്ടായിരുന്നു, UK ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ലണ്ടൻ സ്കൂളിന്റെ. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നത്, അവിടുത്തെ ചെറിയ ചെറിയ കുട്ടികൾ പോലും അവരെ അമ്മമാരൊക്കെ ചോദ്യങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ കാണുന്നത്. മനസ്സിലായ? അവിടെ നമുക്ക് അമ്മമാർക്ക് അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, കാരണം കേസ് ഫയൽ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ അവിടുത്തെ കൾച്ചർ എൻറ്റയർലി ഡിഫറെന്റ്. കാരണം അവർ കുട്ടികൾക്ക് അത്രയ്ക്കും ഫ്രീഡമും ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോ ബഡി ക്യാൻ ബുലി യോർ, ആർക്കും ബുലി ചെയ്യാൻ പറ്റില്ല. ഈവൻ അമ്മമാർക്കും അച്ഛന്മാർക്കും പാരൻസിനോ ഫ്രണ്ട്സിനോ ആർക്കും ബുലി ചെയ്യാൻ പറ്റില്ല. ബുലി ചെയ്താൽ അപ്പോൾ തന്നെ 911 ഒക്കെ ഏതൊക്കെ നമ്പർ ഉണ്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? കാരണം അവിടുത്തെ കൾച്ചർ വ്യത്യാസം. എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വരുന്ന വരെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അച്ഛന്മാരായിട്ടും അമ്മമാരായിട്ടും ടീച്ചേഴ്സിനായിട്ടും അഡൾട്ട്സിനായിട്ടൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ സംസാരിക്കാൻ നമുക്ക് അത് ഈ ഒരു കൾച്ചറിൽ നിന്ന് പോയ കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം നമ്മളെ കൾച്ചറിൽ അത് ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ പാരൻസും എത്ര പ്രായം ചെന്നാലും, ഞാൻ ഇപ്പം നേരത്തെയും പറഞ്ഞു 58 വയസ്സുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ ഡാഡിൻ്റെ മമ്മീൻ്റെ മുമ്പിൽ ഞാൻ ചെറിയ കുട്ടിയാണ്. ശരിയല്ലേ? ഞാൻ ഇന്നലൊക്കെ എൻ്റെ ഫാദർ ഹോസ്പിറ്റലിൽ 3 ദിവസമായിട്ട് ഫാദർ ഹോസ്പിറ്റലിൽ ഇന്നലെ വന്നു. അപ്പോൾ ഞാനാണ് കൊണ്ടുപോകലും ടോയ്ലറ്റിൽ കൊണ്ടുപോകണം എല്ലാം ചെയ്യണമെന്ന് ഞാനാ. അത് വലിയ കാര്യമായിട്ടല്ല പറഞ്ഞത്. അവരിൻ്റെ നമ്മളെ അമ്മമാർ പ്രസവിക്കാൻ എടുത്ത ആ ചെറിയ വേദന നമ്മൾ എത്ര ജീവിതകാലം മുഴുവൻ ഇരുന്നാലും നമുക്ക് അതിന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ശരിയല്ലേ? കാരണം ആ ഒരു ചെറിയ പെയിന് പോലും നമ്മൾ റീപേ ചെയ്യാൻ പറ്റണില്ല. അപ്പൊ നമുക്ക് എത്രത്തോളം അവരെ സഹായിക്കാൻ പറ്റും അത് നമ്മൾ മക്കൾ കാണുവാണ്. നമ്മൾ മക്കളും കാണുവാണ് എങ്ങനെ നമ്മൾ പിടിച്ചു കൊണ്ടുപോകണം. ചിലപ്പം അവർക്ക് തന്നെ ചിലപ്പം വാഷ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തന്നെ വാഷ് ചെയ്ത് കൊടുക്കണം. അതൊക്കെ ആ അറപ്പും അതൊക്കെ വെറുപ്പൊക്കെ മാറ്റി നിർത്തിയിട്ട് ലീഡർഷിപ്പ് കോച്ചാണ്, ലോകത്തിൽ അറിയപ്പെടുന്ന അതാണ് ഇതാണ്, അതൊന്നും അവിടെ നടക്കില്ല. അച്ഛനാണ്, അമ്മയാണ്, ബാപ്പയാണ്. ശരിയല്ലേ? അതാ കുട്ടികളെ കാണണം. ഈ മാറ്റം വരുന്നത് എപ്പോഴാന്ന് വെച്ചാല് അവരെ കൂട്ടുകെട്ടാണ് ചോദ്യങ്ങൾക്കും നിങ്ങൾ നേരെ വിരൽ ചൂണ്ടാനുള്ള ചാൻസ് കൊടുക്കുന്നത്. കാരണം നിങ്ങളെക്കാളും കൂടുതൽ ടൈം നിങ്ങൾ മക്കൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ നല്ലതല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ആ കുട്ടി വിചാരിക്കണം എനിക്ക് നന്നാവണ്ടേ എന്നുള്ള. അത് പണ്ടൊരു കഥ ഉണ്ട്. ഒരു വ്യക്തി ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ ഒരു ഭയങ്കര കള്ളുടിൻ്റെ അടുത്ത് ചെല്ലുണ്ട്. അപ്പോൾ ഭയങ്കര കള്ളുടിച്ചിട്ടുള്ള ആളോട് ഇന്റർവ്യൂ ചെയ്യണം. അപ്പം നീ എന്താ ചെയ്യുന്നത്? ഞാൻ ഭാര്യനെ അടിച്ച് പുറത്താക്കി, മക്കളെ പുറത്താക്കി, അച്ഛനെ പുറത്താക്കി, എല്ലാം പുറത്താക്കി എന്ന് പറഞ്ഞു കള്ളുടിയൻ. അപ്പോൾ എന്തുകൊണ്ടാണ് നീ അത് ഇങ്ങനെ ഒരു വലിയൊരു കള്ളുടിയനായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ അച്ഛന് കള്ളുടിയനായിരുന്നു. എൻ്റെ അച്ഛൻ കള്ളുടിയനായിരുന്നു, ഞാനത് കണ്ട് ഞാൻ വളർന്നു. ഈ റിപ്പോർട്ടർ അടുത്തൊരു വീട്ടിലേക്ക് കയറി ചെല്ലാം. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കുട്ടികൾ അവരെ പാരൻസിനെ ഭയങ്കര റെസ്പെക്ട് ചെയ്യേണ്ട നല്ലൊരു ഫാമിലി. ആ ഫാമിലിനോട് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ ആയത്? അപ്പം ആ വ്യക്തി പറഞ്ഞു, എൻ്റെ അച്ഛനൊരു കള്ളുടിയനായിരുന്നു. രണ്ടാളുടെ അച്ഛൻ ഒന്നായിരുന്നു. ഒരാൾ മാറി, ഒരാൾ ആകെ കള്ളുടിയനായി മാറി, ഒരാൾ നല്ല മനുഷ്യനായി മാറി. ആ കുട്ടികളുടെ ഉള്ളിൽ വരണം, വാട്ട് ഈസ് ദാറ്റ് ഐ വോണ്ട് ടു ബി. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാഹചര്യം എൻവയറമെൻ്റ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവണം നിങ്ങളുടെ മക്കളിലുള്ള ആ കൂട്ടുകെട്ട്, ആ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇഫ് യു ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ അവരെ കൂട്ടുകെട്ടും ആ എൻവയറമെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ വരില്ല. അതിനുള്ള മോറൽ എഡ്യൂക്കേഷൻ നിങ്ങൾ കൊടുത്തിരിക്കണം.
അത് കൊടുത്തിട്ടുണ്ടോ? യെസ്, കൊടുത്തു. മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കുക കുട്ടികൾക്ക്. ഓവറായിട്ട് കൊടുക്കാനും പാടില്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. മോറലായിട്ട് കൂടുതൽ മോറൽ എഡ്യൂക്കേഷൻ കൊടുത്ത കുട്ടികളും കേടുവരും. കാരണം അവർക്ക് ഇപ്പോൾ റിസ്ട്രിക്റ്റഡായി, വളരെ റിസ്ട്രിക്റ്റഡായി. അതും ചെയ്യാൻ പാടില്ല. അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കണം. അവർക്ക് ഫ്രീഡം കൊടുക്കണം. അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്നുള്ള നിങ്ങളോട് തുറന്ന് പറയാനുള്ള ആ ഒരു കപ്പാസിറ്റി അവർക്ക് കൊടുക്കണം. അത് കൂടാതെ അവർക്ക് മോറൽ സ്റ്റഡീസും കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരിക്കലും റിസ്ട്രിക്റ്റ് ചെയ്യരുത്. എന്നാണ് നിങ്ങൾ മക്കളെ റിസ്ട്രിക്റ്റ് ചെയ്യുന്നത്, അന്ന് മക്കൾ കേടുവരാൻ തുടങ്ങും. ഞാൻ കേടുവന്ന ഒരു വ്യക്തിയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാമിലിയിൽ വളർന്ന വ്യക്തിയാണ്. വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. എൻ്റെ ഫാദർ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. ഞങ്ങൾ പഠിച്ചത് അവിടെയാണ്. മലയാളമൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ ഇവിടെ കേരളത്തിൽ വന്ന് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് എൻ്റെ ഫാദർ ഏകദേശം ഒരു മാസം മുഴുവൻ തിരൂർ മുതൽ കാലിക്കറ്റ് വരെ മദ്രാസ് മെയിലിൽ വരും. ഞങ്ങളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യും. സ്കൂളിൽ നിന്ന് വന്നിട്ട് വീണ്ടും ഞങ്ങളെ പിക്കപ്പ് ചെയ്ത് തിരൂർ വരെ കൊണ്ടുപോയിരുന്നു. ഏകദേശം ഒരു മാസം വരെ. കാരണം ഞങ്ങൾക്ക് മലയാളം അറിയില്ല, ഏത് ബസ്സിലേക്ക് കയറാമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഡാഡി ഒരു മാസം കഴിഞ്ഞിട്ട് കുവൈറ്റിൽ പോയി. ഞങ്ങൾ ചാടി, രണ്ടുപേരും, ഞാനെൻ്റെ ബ്രദറും ചാടി. രണ്ടാളും സ്കൂളിൽ കട്ട് ചെയ്ത് എല്ലാ ദിവസവും സിനിമക്ക് പോകാൻ തുടങ്ങി. ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. 8ാം ക്ലാസ്സിൽ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. വൈ? ബിക്കോസ് ഐ വാസ് ഇൻ ദാറ്റ് സോർട്ട് ഓഫ് സിറ്റുവേഷൻ. എന്നാണ് ഏകദേശം ഒരു വർഷം ഞാൻ പഠിച്ചിട്ടില്ല. ഒരു വർഷത്തിന് ശേഷം എനിക്ക് തോന്നി എനിക്ക് പഠിക്കണം തോന്നി. അപ്പം ഞാൻ ബാക്ക് ബെഞ്ചറായി. എനിക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ ഒന്നും കിട്ടിയിരുന്നില്ല. അവസാനം എൻ്റെ ഡാഡിയൊക്കെ പഠിച്ച ഒരു ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ, തിരുവനന്തപുരത്തെ ഗവൺമെൻറ് GHM ബോയ്സ് തന്നെ, ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. മലയാളം അറിയില്ല, ഹിന്ദിയിലാണ് ക്ലാസ്സൊക്കെ എഴുതിയെടുത്തിരുന്നത്. 10ാം ക്ലാസ് തോറ്റു. പക്ഷെ എനിക്ക് പഠിക്കണം അന്ന് ആഗ്രഹം വന്നപ്പോൾ ഞാൻ മാറി. അപ്പോൾ നിങ്ങളെ മക്കൾക്ക് ആ ഒരു തോന്നൽ, എന്നാണ് എൻ്റെ കൂട്ടുകെട്ട് വ്യത്യാസം വന്ന് ഞാൻ കേടുവന്നു, എന്നാണ് എൻ്റെ കൂട്ടുകെട്ട് നന്നായി, ഞാൻ നന്നായി. പക്ഷെ എൻ്റെ ഫാദർ സെയിം തന്നെയാണ്, എൻ്റെ വീടും സെയിം തന്നെയാണ്. ശരിയല്ലേ നിങ്ങളുടെ കാര്യത്തിലും? അപ്പം നമ്മൾ നോക്കുന്നത് നമ്മൾ കൂട്ടുകെട്ട് എങ്ങനെയാണ്, കുട്ടികളുടെ കൂട്ടുകെട്ട് എങ്ങനെ നോക്കിയിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ആൻഡ് യു ബിക്കം ദ ബെസ്റ്റ് എക്സാമ്പിൾ, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. കീപ് ഇറ്റ് ഓപ്പൺ. എൻ്റെ മക്കൾ എന്തും തുറന്നു, എനിക്ക് 2 പെൺകുട്ടികൾ. എൻ്റെ മക്കൾ രണ്ടാളും തുറന്ന് പറയും എന്താണ് ആവശ്യമുള്ളത്. ദേ ഓപ്പൺലി ടോക്ക് ടു മീ. ആ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. വാട്ട് അബൌട്ട് യു? ആ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഇഫ് യു മേക്ക് ദാറ്റ്, അതും ഡെവലപ്പ് ചെയ്യാം. അവർ ഓപ്പൺ ആവട്ടെ. വാട്ട് എവർ ദേ വാണ്ട്, ലെറ്റ് ദം ടോക്ക് ടു യു. ഓക്കെ, അതാണ് ബ്യൂട്ടി. ബിക്കോസ് ഇഫ് യു വാണ്ട് ടു ലിവ് ലോങ്ങർ, യുവർ റിലേഷൻഷിപ്പ് മസ്റ്റ് ബി വെരി വെരി സ്ട്രോങ്. I hope I was able to. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അവനിപ്പോ ചോദിക്കുന്നത് ഓന്റെ ഫ്രണ്ട്സിനൊക്കെ മൊബൈൽ ഉണ്ട്, അപ്പൊ ഓനിക്ക് ഫോൺ കിട്ടണം എന്നുള്ളൊരു ഇതുണ്ട്. കണ്ടോ ആ സർക്കിളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ സർക്കിൾ, ആ സർക്കിളിലാണ്. ആ സർക്കിളിൽ എനിക്കൊരു അംഗീകാരം കിട്ടണം. ആ ഒരു സർക്കിളിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി ഈ കുട്ടി ഇത് ചെയ്യുന്നത്. ആ സർക്കിളിൽ ഒരാൾ ഒരു മദ്യം കഴിക്കുകയാണെങ്കിൽ ആ ഒരു സർക്കിൾ വരെ ഞാനും മദ്യം കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ അതിൽ ഒറ്റപ്പെട്ടു പോയി. അതെ, ഇപ്പൊ ഞാൻ 2 സെക്കൻഡ് മുമ്പ് പറഞ്ഞ സംഭവം ഇതാണ്. 9.5 വയസ്സാണേ ഉള്ളൂ, ചെറിയ കുട്ടിയാണ്. Be careful. You have to take ആ കൺട്രോൾ എടുക്കാന്നല്ല, ടീച്ച് ദം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് വരും. ആ ഒരു ഏരിയയിലേക്ക് ആ കുട്ടി വളർന്നു പോകും. ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ചിലപ്പോൾ നന്നാവണമെന്നില്ല. ബി വെരി കെയർഫുൾ. എസ്പെഷ്യലി ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. Did I answer your question? Yes, sir. Thank you. Okay, right. Next, please. I'll take one last question. We got 4 minutes to address. One last question. Yes, please. Yeah. Go ahead. അതായത് എന്റെ മോൾക്ക് ഭയങ്കര പേടിയും ഭയങ്കര ഷെയ്യുമായിട്ടുള്ളതാണ്. പക്ഷെ പേടി മാറിയിട്ടുണ്ട്. പക്ഷെ അതായത് വീട്ടിലിരിക്കുമ്പോ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല എല്ലാ കാര്യങ്ങളും തുറന്ന് പറയെല്ലാം ചെയ്യും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്ന് പേരോ അല്ലെങ്കിൽ മോൾ എത്രയില പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സൈലന്റ് ആയിട്ട് ബാക്ക് അടിച്ചു പോവേ. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ മോളെ ഒന്ന് കുട്ടി ജീവിതത്തിൽ പരാജയപ്പെടുന്നുള്ള തോന്നലല്ല, പേടിയാണ് നിങ്ങൾക്ക്? ഇല്ല, പേടി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കുട്ടീന്റെ പേടിയല്ല ചോദിച്ചാൽ, നിങ്ങളെ പേടി, നിങ്ങൾക്കുള്ള പേടി ചോദിച്ചാൽ. ആ കുട്ടി ജീവിതത്തിൽ വിജയിക്കില്ല എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ പേടിക്കണേ? ആ കുട്ടി അങ്ങനെ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഞാനൊക്കെ അങ്ങനത്തെ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഞാൻ ഇൻട്രോവേർട്ടാണ്. ഞാൻ കൂടുതൽ തീരെ സംസാരിക്കാത്ത ആളാണ്. ഞാൻ ക്യാമറ നോക്കിയിട്ട് മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതൊന്നുമില്ല. ഇതേ കേസിൽ ഇപ്പൊ ഞാൻ നിങ്ങളെ മകനാന്ന് വിചാരിക്കാം. ഒരു സുഹൃത്ത്, നിങ്ങളുടെ സുഹൃത്ത് വീട്ടിലേക്ക് വരാന്ന് വിചാരിക്കുക. മോനെ ഒന്ന് സംസാരിക്കും പറഞ്ഞാൽ ഞാൻ സംസാരിക്കാം, ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് തള്ളി ഞാൻ ബാക്കിൽ പോയിരിക്കണ്ടോ? ഇന്നും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ?
ഞാൻ ഇൻട്രോവേർട്ട് ആണ്, നിങ്ങൾ മകൾ ഇൻട്രോവേർട്ട് ആയിരിക്കും, അതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷെ അതേ സമയത്ത് ആ കുട്ടിക്ക് ഒരു ഏരിയ ഉണ്ടോ, ആ കുട്ടി അതിൽ ചാമ്പ്യൻ ആവും. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ ഷൈ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ആ കുട്ടി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നിങ്ങൾ മാറ്റാനൊന്നും നടക്കണ്ട, മാറ്റാൻ നിൽക്കണ്ട, ആ കുട്ടി അങ്ങനെ നോട്ടെ. ആ കുട്ടി അതിലാണ് കംഫർട്ടബിൾ. അത് എന്താന്ന് വെച്ചാൽ എനിക്ക് നെയിം ചോദിക്കുമ്പോൾ പറയുന്നില്ല, അതാണ് മെയിൻ ആയിട്ട് എനിക്കുള്ള ഒരു ഇത്. ആരെങ്കിലും വന്നിട്ട് സാറ് സെൻസ് പറഞ്ഞപ്പോ മനസ്സിലായി. റിലാക്സ്, അതൊന്നും പ്രശ്നമാക്കണ്ട, അതൊന്നും പ്രശ്നമാക്ക. ആ കുട്ടി കംഫർട്ടബിൾ അല്ല, അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? ആ കുട്ടി പേടിയൊന്നും ഇല്ലാന്ന് ഇപ്പൊ നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞത്, പേടിയില്ല എന്നല്ലേ, ഷൈനസ് മാത്രമൊന്നുമില്ല പറഞ്ഞിട്ടുള്ളൂ. ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മാറി. അതന്നെ പറഞ്ഞു, ഇത് മാറിക്കോളും, ഇത് മാറിക്കോളും. ഇതിന് ബാക്കിൽ ആ കുട്ടീനെ ഷോക്ക് കൊടുക്കരുത്, അതൊന്നും ചെയ്യരുത് കേട്ടോ. ആ കുട്ടി വളർന്നോട്ടോ. അത് എന്താ ചോദിക്കുക, എന്താ മോളെ അത് എന്താ പേര് ചോദിക്കുമ്പോൾ പറയാത്തത്, അങ്ങനത്തെ ഒക്കെ ചോദിക്കുക. പേര് പറയണമെന്ന് പറയരുത്. കാരണം അഡ്വൈസ് കുട്ടികൾക്ക് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല, നിങ്ങൾക്കും ഇഷ്ടമുണ്ടാവില്ല. അഡ്വൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല ആർക്കും. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ചോദിച്ചറിയാം എന്താണ് വാട്ട് ഈസ് ദ ചാലഞ്ച് എന്നൊക്കെ ചോദിച്ചറിയാം. പക്ഷെ ഡോണ്ട് കമ്പൽ ദാറ്റ്സ്. നിങ്ങൾ മോള് ആ കുട്ടികൾ നാളെ ടോപ്പോ വിചാരിക്കേണ്ടത്. ഞാൻ പറയലുണ്ട്, ആരെങ്കിലും ചോദിച്ചാണെങ്കിൽ പോകുമ്പോ ഞാൻ പറയലുണ്ട്. പക്ഷെ ഇപ്പൊ സെൻസി പറഞ്ഞപ്പോ അത് ഞാൻ ഇനി അഡ്വൈസ് ചെയ്യുന്നില്ല. അബ്സല്യൂട്ട്ലി. ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രൗഡ് ആക്കുന്ന സ്റ്റേജിൽ ഒരു സംസാരിക്കുന്ന കുട്ടി ആ കുട്ടിയായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. സ്റ്റേജിൽ ഇതുവരെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല, അതിന് ചെയ്യും, ഭയങ്കര ഇതുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ചെയ്ത് അപ്പൊ ഭയങ്കര ഓക്കെന്നെ കംഫർട്ട് തോന്നി. എല്ലാവരും അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അങ്ങനത്തെ സാഹചര്യങ്ങൾ, സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ, അത് 1-on-1 അതല്ല, സ്റ്റേജിലൊക്കെ കയറി സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ, ആ ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുക, പ്രിപ്പറേഷൻ കൊടുക്കുക, അതിനുള്ള കോച്ചിങ് കൊടുക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ I'll tell you, daughter will become an expert in that one. അതാണ് ചെയ്യുന്നത് നമ്മൾ. ഹാപ്പി? Okay, thank you very much, ladies. Exactly 10 o'clock. So thank you very much, and I'll see you next Sunday at exactly 9. ആർക്കൊക്കെ എൻ്റെ ഇതുള്ളത്, what do you call mobile number? I'm going to share my mobile number here. Give me your feedback, okay? In the chat box and the mobile number തരുന്നു. ഓക്കെ, എല്ലാവരും ആ നമ്പർ എഴുതിത്തോ. ഐ ലൈക്ക് ഫീഡ്ബാക്ക് തരാം. ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ സിസ്റ്റം ഒക്കെ മാറ്റുള്ളൂ. സോ ഗിവ് മി യുവർ ഫീഡ്ബാക്ക് അബൌട്ട് ടുഡേ സെഷൻ. അടുത്ത 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തരണം, അതിന് ശേഷം നോക്കില്ല. സോ വിത്തിൻ ദ നെക്സ്റ്റ് 1 hour give me your feedback. I love to read and go through your feedback, okay? Voice feedback ആവാം, ടെക്സ്റ്റ് ആവാം. എന്നെ വിളിക്കരുത് കേട്ടോ. Don't please call me in that number. Just give me your feedback, either voice or text. So thank you very much, and I'll see you exactly at 9 a.m. next Sunday, God willing. Thank you.